ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊട്ടുപുര പുളിങ്കറിയാണ്. മത്തങ്ങയും കുമ്പളങ്ങയും കൊണ്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/4 കപ്പ് ഇളവൻ എടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങ ഒരു 1/2 കപ്പ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും സാധനം എടുത്ത് വയ്ക്കുക. ആദ്യം നമ്മളൊരു മസാലപ്പൊടി ഉണ്ടാക്കും. അതിനായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ഉലുവ, ഒരു 4 വറ്റൽമുളക്, 2 ടീസ്പൂൺ ഒരു വൈറ്റ് റൈസ്, പിന്നെ 2 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ് മുഴുവൻ മല്ലി, പിന്നെ ഒരു കൊളുന്ത് കറിവേപ്പില. ഇത്രയും നല്ല ക്രിസ്പ് ആവുന്നവരെ, ഒരു ബ്രൗൺ ആവുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്, എല്ലാം ക്രിസ്പായിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കുക, തണുക്കാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് തണുത്താൽ പൊടിച്ചെടുക്കുക. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് മത്തങ്ങയും പിന്നെ ഇളവനും അതിലേക്കിടുക, പച്ചമുളകും അതിലേക്കിടുക. എന്നിട്ട് അത് മുങ്ങുന്ന അത്ര വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒരു വിസിൽ വരുത്തുക മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഒരു വിസിൽ വന്നു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രം എടുക്കുക. കുക്ക് ചെയ്ത് മത്തങ്ങയും ഇളവനും അതിലേക്ക് പകർത്തുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ മസാല പൊടി അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. കുറുകുന്ന വരെ, നല്ലൊരു കട്ടിയാവുന്ന വരെ ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് ഒരു 10 മിനിറ്റോളം കുറുക്കിയെടുക്കുക. എന്നിട്ട് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇടുക. വീണ്ടും തിളപ്പിക്കുക കുറുകണ വരെ. അപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നല്ല കുറുകിയ ചാറ് കറിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറവ്, ടെമ്പറിങ് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കുറച്ച് കടുകും ചേർത്തിട്ട് വറവിടുക. അത്രയേ ഉള്ളൂ. ഇതാണ് ഊട്ടുപുര പുളിങ്കറി. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Thank you again.